Hi, welcome to AmmusYummyKitchen. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് സ്നാക്സിൻ്റെ ഒരു റെസിപ്പിയാണ് ശക്കര പാര. അപ്പോൾ നമുക്ക് ഈ ശക്കര പാര എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ശക്കര പാര ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/3 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. 1/3 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഷുഗർ വേണം. നമ്മൾ ഈ ഷുഗർ പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ശക്കരപ്പാര ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് 1/3 കപ്പ് വെള്ളം ചേർക്കാം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/3 കപ്പ് ബട്ടറും ചേർക്കാം. ഇത് നമുക്കൊന്ന് ഈ ഷുഗർ മെൽട്ടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം വിസ്ക് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഇതൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച മൈദ കുറച്ചായിട്ടൊന്ന് ചേർക്കാം. എന്നിട്ട് ഇത് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ, അപ്പോൾ അതിൻ്റെ പോലെയാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഫുള്ളായിട്ട് മൈദ ഇട്ട് കൊടുക്കണ്ട, നമ്മൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ഫുള്ളായിട്ട് ചേർക്കാം. എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഈ മാവ് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം നമുക്ക് ഈ മാവ് എടുക്കാം. ഇപ്പോൾ ഞാനതൊന്ന് അടച്ചു വെക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ഈ മാവ് ഞാൻ വെച്ചിട്ടൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം ചപ്പാത്തി മാവ് പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ ഡോവിനെ രണ്ടായിട്ട് ഒന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ ഈ മാവിനെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിന്ന് കുറച്ചിങ്ങനെ എടുക്കാം. അങ്ങനെ 3 ഭാഗമായിട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ ഡോ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ വളരെ നൈസായിട്ട് പരത്തണ്ട, കുറച്ച് തിക്കിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇത്ര ഇതിൽ നമ്മൾ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊന്ന് സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തിടുന്നത്. ഇത്ര തിക്നെസ്സിനോട് കൂടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ. വല്ലാതെ നൈസായിട്ട് പരത്തിയെടുക്കരുത്. ഇത്ര തിക്കിൽ പരത്തിയെടുക്കണം. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തൊക്കെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ നമുക്ക് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസസുകൾ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിടണം. എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഇനി കോരി മാറ്റാണ്. നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മളെ സെക്കൻഡ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ശക്കർ പാര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻറ്റൊക്കെ അറിയിക്കൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് AmmusYummyKitchen.